ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് 9:31 ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ഇൻട്രാഡേ 50 മിനിറ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളത്. എന്തായാലും മുകളിലുള്ള ഒരു ബെയറിഷ് സൈഡിലേക്കുള്ള ഒരു FEG ടാപ്പ് ചെയ്തിട്ട് ഇനി ഫർദർ ഫാൾ എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ അതിൻ്റെ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും. ഇപ്പോൾ ടൈം 9:37 ആണ്. ഇപ്പോൾ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരു ക്യാൻഡിലും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു എൻട്രി കിട്ടാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഓൾറെഡി കിട്ടി. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇവിടെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്ക് COC എന്ന് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്ക് കൂടി മാർക്ക് ചെയ്യണം. ഇത് നമ്മുടെ ഒരു ബുൾ സൈഡിലേക്കുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഈ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുകളിലും നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കുണ്ട്, ഒരു ബെയറിഷ് സൈഡിലേക്കുള്ള. ഓവറോൾ ട്രെൻഡ് നമുക്ക് ബെയറിഷ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ പ്രൈസ് നമ്മൾ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ബൈ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്തിനാ, ഇനി നമുക്ക് ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും വേണം. നമുക്കിവിടെ ബൈ സൈഡിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിസ്കൗണ്ട് സോണിൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യുള്ളൂ. അപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് സോണും മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, നമുക്കൊരു ഫിബ് വെച്ചിട്ട് നമുക്കത് ഈസിയായിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഹൈയും ലോയും തമ്മിൽ നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പകുതിയോളം, ഓൾമോസ്റ്റ് 0.5 ലെവല് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയാണ്. അതിന് തൊട്ട് താഴെ നമുക്ക് കിട്ടുന്നത് ഡിസ്കൗണ്ട് സോണും അതിന് തൊട്ട് മുകളിൽ നമുക്ക് പ്രീമിയം സോണുമാണ് ഉള്ളത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഡിസ്കൗണ്ട് സോണിൽ വന്നാൽ മാത്രമാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈ എൻട്രി ആണെങ്കിൽ ടാർഗറ്റ് നമുക്ക് ഈ ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പോ നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നതാണ്. ഇൻ കേസ് നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടാണ്ട് നമ്മുടെ ബെയർ സൈഡിലുള്ള ഓർഡർ ബ്ലോക്കിലോ FEGയിലോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കൊരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും താഴത്തേക്ക് മാർക്കറ്റ് വരണമല്ലോ. ഒരു മുകളിലേക്ക് പോണേക്ക് മുമ്പ് എന്തായാലും ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ FEG എടുക്കാണ്ട് മുകളിലേക്ക് മൂവ്മെൻറ്റ് പോവുകയില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ FEGയിൽ നമ്മുടെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പ്രീമിയം സോണിലാണുള്ളത്. അപ്പോൾ എന്തായാലും സേഫാണ്, സേഫ് സൈഡിലുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഒരു എൻട്രി നമുക്ക് ഇവിടുന്ന് പോസിബിളാണ്. അപ്പോൾ FEGയിൽ നിന്ന് നമുക്ക് എൻട്രി എടുത്തിട്ട് തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഒരു ഇൻട്രാഡേ ഒരു ക്വിക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇത്ര വെച്ചാൽ മതി. തൽക്കാലം ടാർഗറ്റായിട്ട് നമുക്കൊരു 1:3 കിട്ടുന്ന രീതിയിൽ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. മിനിമം 1:3 കിട്ടിയാൽ നമുക്ക് എന്തായാലും എൻട്രി നമുക്ക് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1:3 നമുക്ക് ടാർഗറ്റോടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ മീൻവെയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് പുതിയ വീഡിയോയിലേക്ക് വേണ്ടി എന്നെ നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ക്വിക്കായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു ട്രേഡ് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് 25 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തിട്ടാ,
ഈ 1 മിനിറ്റ് ക്യാൻഡിൽ ഈ ഓർഡർ ബ്ലോക്കിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കൊരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും നമ്മുടെ മുമ്പത്തെ ലോ ഒന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുകളിലേക്കൊരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം ഇനി മേ ബി നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇനി അപ്കമ്മിങ് FPGO അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കോ നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് എന്തായാലും ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓർഡർ ബ്ലോക്ക് ഇപ്പോഴും വാലിഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി നമുക്ക് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് ഒരു 1:3 നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്കമ്മിങ് FPGO അല്ലെങ്കിൽ ആ മുമ്പത്തെ സ്വിങ് ഹൈ നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുത്തിട്ട് നമുക്ക് ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ട്രേഡ് നമ്മൾ എന്തായാലും ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്നുള്ള എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. മേജർ ഓൾമോസ്റ്റ് ഓവറോൾ ട്രെൻഡ് എന്തായാലും താഴത്തേക്ക് തന്നെയാണ്. പക്ഷേ എന്തായാലും മുകളിൽ പോയി ആ ഓർഡർ ബ്ലോക്ക് എടുക്കാണ്ട് എന്തായാലും താഴത്തേക്ക് വരില്ല. കാരണം ക്ലോസിങ് എന്തായാലും ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്തായാലും അത് ബ്രീച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ഒരു എൻട്രി റിസ്കി ട്രേഡാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് എല്ലാം എന്തായാലും ഉള്ളൂ. 1:3 എങ്കിലും ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓൾസോ നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ നല്ല നല്ല ലെവൽസുകൾ വരാണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ 1:3.5 ടാർഗറ്റും കൂടി ഹിറ്റായിട്ടുണ്ട്. എന്തായാലും നമ്മൾ 1:3 ടാർഗറ്റോടെ മതി. എന്തായാലും ഓൾസോ നമ്മുടെ FPGO ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു അതിൻ്റെ താഴെ ഈ ക്യാൻഡിൽ ക്ലോസിങ് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു എൻട്രി കിട്ടുമെന്നുണ്ട്. 2 ട്രേഡ് നമുക്ക് എൻട്രി ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അതൊന്നും നല്ലൊരു കാര്യമാണ്. 1:3 മിനിമം ട്രേഡ് എന്തായാലും ഇവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. നല്ലൊരു മൂവ്മെൻറ്റാണ്. മേളിൽ നിന്ന് താഴത്തേക്കും അതുപോലെ തന്നെ മുകളിലേക്കും നമുക്ക് 2 ട്രേഡ് കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മേജർ ട്രെൻഡായ ഇനിയിപ്പോൾ ഒരു FPGO അല്ലെങ്കിൽ ബെയറിഷ് ഓർഡർ ബ്ലോക്കിലോ നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 മോർ ട്രേഡും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മൾ നല്ല 3 സൂപ്പർ ട്രേഡറാണ് ലാസ്റ്റ് നമ്മൾ എടുത്തത്. അതെല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടുകൊള്ളുക. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു നല്ലൊരു എൻട്രി പോസിബിൾ ആണോ അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമ്മുടെ ബെയറിഷ് OBയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെയറിഷ് OBയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് എപ്പോഴും പറയാറുള്ള പോലെ OBയിലേക്ക് തൊട്ട് മുകളിലായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് എന്തായാലും ഒരു എൻട്രി എടുത്ത് നോക്കാം. എത്ര ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഓൾമോസ്റ്റ് ഒരു 1:4 നമുക്ക് നോക്കാം. 1:4 എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു മുമ്പത്തെ സ്വിങ് ലോ നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് എബവ് ദി ബെയറിഷ് OB അത് നമുക്ക് വയ്ക്കാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന ഒരു ട്രേഡാണ്. നമ്മൾ ഫ്രീ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മതി. നിങ്ങൾക്ക് എന്തായാലും പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. ടെലിഗ്രാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കണവർ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് 3ാമത്തെ എൻട്രി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഓൾമോസ്റ്റ് നമുക്കൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താവും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും 3ാമത്തെ ട്രേഡ് 2 ട്രേഡ് ഓൾറെഡി ഹിറ്റായിട്ടുണ്ട്. ഇതും കൂടിയും ഹിറ്റാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾ ഡെയിലി ഒരു 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ട്രേഡിൽ നിന്ന് ആ ദിവസം വിട്ട് നിൽക്കാം. വീണ്ടും പോയിട്ട് ഇന്നലത്തെ മാർക്കറ്റ് പോലെ തന്നെ ഇന്നലത്തെ മാർക്കറ്റിൽ വളരെയധികം റിസ്കി മാർക്കറ്റായിരുന്നു. വളരെ ചെറിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റിലൊക്കെ 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്കറ്റിൽ നിന്ന് വിട്ട് നിൽക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എന്തായാലും പോകുന്നുള്ളൂ. ഇതുപോലെ ഒരു 3 ടാർഗറ്റ് ഒരു ദിവസം ഹിറ്റായി കഴിഞ്ഞാൽ പിന്നത്തെ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും വലിയ ലോസ് വരെ ഞങ്ങൾക്കില്ല. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക.
ക്ഷമ എന്നുള്ളത് ഈ ട്രേഡിങ്ങിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആവാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1:4 ടാർഗറ്റാണ്. എന്തായാലും ഓവറോൾ ട്രെൻഡ് താഴ്ത്തിക്ക് തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഹിറ്റായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3 ട്രേഡ് ഇന്ന് ഹിറ്റായിട്ടുണ്ട്. നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന ട്രേഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോയിൻ ചെയ്തുകൊള്ളുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടുകയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.